പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് പ്രാരംഭമായിട്ട് സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയമായ ചിന്ത ഞാൻ പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും വൈകുന്നത്, പല അനുഗ്രഹങ്ങളും നമ്മുടെ കരങ്ങളിൽ വരുന്നതിന് തടസ്സമായി തീരാറുണ്ട്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ആത്മീകമായി ദൈവം എനിക്ക് നൽകി തന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും വൈകുന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും അത് നമ്മുടെ ദൃഷ്ടിയിൽ അത് വളരെ താമസിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ദൈവം അതതിൻ്റെ സമയത്ത് എല്ലാം മനോഹരമായി ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ ഈ വീഡിയോ കേൾക്കുന്ന, ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും താമസിപ്പിക്കുന്നുവെന്ന് നമ്മുടെ കണ്ണിൽ നമുക്ക് അതിനെ നാം വെയിറ്റ് ചെയ്ത് നാം അതിനെ താമസത്തോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ദൈവം പല വാഗ്ദത്തങ്ങളെയും നോക്കിക്കൊണ്ട് നമ്മോട് പറയുന്നതായ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും വൈകുന്നതിന് കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ച്, അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പ്രത്യേകകരമായ ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നമ്മെപ്പറ്റി ഒരു പ്രത്യേകതരം ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ കാണുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ് ദൈവം പല വാഗ്ദത്തങ്ങളും നമ്മെപ്പറ്റി കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതൊന്നാമത്തെ കാരണമാണ് ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങൾ താമസിപ്പിക്കുന്നതിനുള്ള കാരണം. ദൈവം എല്ലാം അതതിൻ്റെ സമയത്ത് മനോഹരമായി ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വളരെ താമസിക്കുന്നതിന് കാരണം രണ്ടാമത്തേത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ ദൈവം നമ്മെ അതിശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങൾ നൽകിയാണ് അനുഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ, സ്തോത്രം. വളരെ ചെറിയ ഒരു വാഗ്ദത്തം നൽകിക്കൊണ്ട് ദൈവം നമ്മെ ഒരിക്കലും അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെപ്പറ്റി അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ ദൈവം നമ്മെ മാനിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ദൈവിക വാഗ്ദത്തങ്ങൾ പലപ്പോഴും വൈകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പലപ്പോഴും വൈകുന്നു എന്ന് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം അതതിൻ്റെ സമയത്ത് എല്ലാം മനോഹരമായി ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് എല്ലാ കാര്യത്തിനകത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, അത് ചെറിയ രീതിയിൽ ദൈവം ശത്രുക്കളുടെ മുൻപാകെ നിവർത്തീകരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെ അതിശ്രേഷ്ഠകരമായൊരു വാഗ്ദത്തമാക്കി തീർക്കുവാനാണ് ദൈവത്തിന് പദ്ധതി. ഹല്ലേലൂയ, സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് എത്തിയപ്പോൾ അവിടെ കൽഭരണിയിൽ ഹല്ലേലൂയ, സ്തോത്രം, പച്ചവെള്ളമായിരുന്ന ആ ഒരു ഹല്ലേലൂയ, സ്തോത്രം, ആ ഒരു അവസ്ഥയെ ദൈവം അതിനെ ഹല്ലേലൂയ, സ്തോത്രം, രുചിയുള്ളതും ഗുണമുള്ളതും മൂല്യമുള്ളതുമായ ഹല്ലേലൂയ, സ്തോത്രം, മേത്തരമായ വീഞ്ഞാക്കി തീർത്തപ്പോൾ ദൈവം അതതിൻ്റെ സമയത്ത് അത് മനോഹരമായി ചെയ്തപ്പോൾ ദൈവിക മഹത്വം അവിടെ ഇറങ്ങുവാനായിട്ടിടയായി തീർന്നു. ദൈവിക മഹത്വം വെളിപ്പെട്ടപ്പോൾ അത് അതിശ്രേഷ്ഠകരമായ ഒരു കാര്യമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യോസേഫിനെ ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ സഹോദരങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, പഴിച്ചു മാറ്റി നിർത്തിയപ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, അവൻ പലപ്പോഴും നഷ്ടമായി പോകുമെന്ന് സമൂഹം വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം അവനെ പറ്റി കണ്ടിരുന്നത്, ദൈവം അവനെ പറ്റി ഉദ്ദേശിച്ചിരുന്ന കാര്യം
അവൻ അതിശ്രേഷ്ഠകരമായ ഒരു പദവിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിന്റെ മന്ത്രിയാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ നെഹമ്യാവിനെ പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കേവലം പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ഉദ്ദേശത്തിനൊത്തവണ്ണം ദൈവം അവനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മതിൽ പണിയുവാൻ നെഹമ്യാവിന് ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങളെ താമസിപ്പിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങളെ നമ്മുടെ ദൃഷ്ടിയിൽ അത് താമസമെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ, അവൻ ദൈവം താമസിപ്പിക്കുന്നില്ല, നമ്മുടെ ദൃഷ്ടിയിൽ അത് താമസമെന്ന് നമുക്ക് തോന്നുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ദൃഷ്ടിയിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് പലപ്പോഴും താമസമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവമതത്തിന്റെ സമയത്ത് എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ വിളിക്കുന്നവർക്ക്, അവൻ നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആർക്കും ഒരു ദോഷവും ചെയ്യുന്നവനല്ല. അതതിന്റെ സമയത്ത് എല്ലാം മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവിക വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ അത് അതിശ്രേഷ്ഠകരമായതായി തീരും. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന്റെ കണ്ണിൽ, പിശാചിന്റെ കണ്ണിൽ അത് അതിശ്രേഷ്ഠകരമായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ വിഷയത്തിനകത്ത് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതിന് കാലതാമസം വരുന്നത് എന്തുകൊണ്ട് എന്ന്. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതിന് താമസമായിട്ടില്ല. അതതിന്റെ സമയത്ത് ദൈവം എല്ലാം മനോഹരമായി ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.